ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് സ്പ്ലിറ്റിംഗ് എന്നുള്ളത്. എന്നാൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ മാത്രമല്ല, നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളും സ്പ്ലിറ്റിംഗ് എന്നുള്ളത് ചെയ്യാറുണ്ട് എന്നും അവരുടെ ഉള്ളിൽ പലപ്പോഴും ആ ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അവർ റിയാലിറ്റിയെ കാണുന്നത് എന്നുള്ളതും തിരിച്ചറിയുന്നത് പലപ്പോഴും നമ്മളെ ഒരുപാട് നമ്മളുടെ ഇൻറ്റേർണലി നമ്മളുടെ ട്രോമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഒരുപാട് അതിന് സഹായിക്കാറുണ്ട്. കാരണം പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ അത് ഇൻറ്റൻസ് ആയിട്ടുള്ള പല ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാറുമുണ്ട്. സോ ഈ ഒരു രീതിയിൽ ആ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ളത് എന്താണ് എന്നും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ മാത്രമല്ലാതെ നാർസിസത്തിൽ ആ സ്പ്ലിറ്റിംഗ് എന്നുള്ളത് എങ്ങനെ വരുന്നു എന്നും പല സിനാരിയോകളിൽ അതെങ്ങനെയെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതും അതെങ്ങനെയാണ് എൻ്റെ ഉള്ളിലെ ഇമോഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നും എനിക്കെങ്ങനെ അതിൽ നിന്ന് മറികടന്ന് മുന്നോട്ട് പോകാം എന്നുള്ളതിനെ പറ്റിയിട്ടുമാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും സീൻ ആൻഡ് ഹെഡ് ക്ലിനിക്കിലേക്ക് സ്വാഗതം. അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള സ്പേസുകളിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻസ് പലതും നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ അത് ബാധിക്കുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടോ ഒന്നും അത്ര തന്നെ ഒരു അവയർനെസ് ഇല്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. ഈ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ അവയർനെസ് ബിൽഡ് ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിലും സാധിക്കാനായിട്ട് ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിലാണ് സീൻ ആൻഡ് ഹെഡ് ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്ക് വരുമ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ഡിഫെൻസസ് യൂസ് ചെയ്യുന്നു. ഡിനൈ ചെയ്യുക, പ്രൊജക്റ്റ് ചെയ്യുക, ഗ്യാസ് ലൈറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലെല്ലാം തന്നെ പലപ്പോഴും പല ഡിഫെൻസുകളും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. ഇതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന മറ്റൊരു ഡിഫെൻസ് മെക്കാനിസമാണ് സ്പ്ലിറ്റിംഗ് എന്നുള്ളത്. പലപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് സ്പ്ലിറ്റിംഗ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ സ്പ്ലിറ്റിങ്ങിലേക്ക് പോകുമെന്നുള്ളത് പലപ്പോഴും നമുക്ക് അത്ര തന്നെ ഒരു അവയർനെസ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ എന്താണ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫെൻസ് മെക്കാനിസമാണ്. ഡിഫെൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതിലേക്കല്ലാതെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഡിസ്കംഫേർട്ട് മാറ്റുന്നതിന് വേണ്ടി നമ്മളുടെ മൈൻഡ് കണ്ടെത്തുന്ന ചില പ്രതിരോധ മാർഗങ്ങളാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ചില ഡിഫെൻസുകളെല്ലാം തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. എന്നാൽ ചില ഡിഫെൻസുകൾ പലപ്പോഴും നമ്മളെ സർവൈവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മളെ അത്ര തന്നെ ഇന്നത്തെ നമുക്ക് അത്ര ഹെൽപ്ഫുൾ ആവണം എന്നില്ല. നമ്മളുടെ റിലേഷൻഷിപ്സിലേക്ക് അത് ഹെൽപ്ഫുൾ ആവണം എന്നില്ല. പലപ്പോഴും അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ദോഷകരമായിട്ട് നിൽക്കുന്ന ഡിഫെൻസുകളെ തിരിച്ചറിയാനും അതിൽ വർക്ക് ത്രൂ ചെയ്യാനും എല്ലാം പലപ്പോഴും നമ്മൾ തെറപ്പിയിലൂടെ ശ്രമിക്കാറുമുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഡിഫെൻസാണ് സ്പ്ലിറ്റിംഗ് എന്നുള്ളത്. സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വിഷയത്തിനെ അതിൻ്റെ നല്ലത് മാത്രം ഒരിക്കൽ കാണുകയും അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടും മോശം എന്നുള്ള രീതിയിലും പിന്നീട് ഒരിക്കൽ കാണുകയും ചെയ്യുന്നതിനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിനെ കാണുമ്പോൾ അതിന് നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു കാര്യത്തിനെ കാണുന്നുണ്ടായിരിക്കുക. അതിന് പകരം സ്പ്ലിറ്റിങ്ങിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവരവിടെ ഒരു സമയത്ത് ഇതിൻ്റെ പൂർണ്ണമായിട്ടും നല്ലത്, ഇത് ഫുള്ളായിട്ട് ഇത് നല്ലത് എന്നുള്ള രീതിയിൽ അതിനെ നല്ലതായിട്ട് കാണുകയും എന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവർക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ 100% ഇത് പൊട്ട എന്നുള്ള രീതിയിലേക്കും അതിനെ മാറുന്നതായിട്ടും നിൽക്കുന്ന ഒരു സ്പേസിലേക്ക് പോകുന്നതിനെയാണ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റിംഗ് എന്നുള്ളത് കൂടുതലായിട്ടും നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും പലപ്പോഴും എല്ലാ ഇമോഷണലി വളരെയധികം ഡിസ്റെഗുലേഷനിലേക്ക് പോകുന്ന CPTSDയിലും അതുപോലെ തന്നെ ബൈപോളാറിലേക്ക് പോകുമ്പോഴൊക്കെ ചില കേസുകളിലും നമ്മൾ ഈ സ്പ്ലിറ്റിംഗ് എന്നുള്ളത് കാണാറുണ്ട്.
അവിടെ വളരെയധികം ഇമോഷണൽ ഡിസ്റെഗുലേഷനിലേക്ക് പോകുന്ന കേസുകളിലാണ് പലപ്പോഴും ഈ സ്പ്ലിറ്റിംഗ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ളത് ഉപയോഗിക്കുന്നതിൻ്റെ എക്സ്റ്റെൻഡ് എത്രയാണ് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ തീവ്രത നമ്മൾ നിശ്ചയിക്കുന്നത്. വളരെയധികം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും വളരെ കൂടുതലായിട്ടും വളരെ എക്സ്റ്റെൻസീവായിട്ടും ആ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ തന്നെ എന്നുള്ള രീതിയിലേക്കും സ്പ്ലിറ്റിംഗ് എന്നുള്ളത് മാറാറുണ്ട്. കാരണം അത്രമാത്രം പ്രിവലൻ്റായിട്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണുന്നത് കൊണ്ടാണത്. അപ്പോൾ എങ്ങനെയാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള സ്പേസിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി സ്പ്ലിറ്റിങ്ങിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി സ്പ്ലിറ്റിങ്ങിലേക്ക് പോകുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കാണുന്ന പോലെയല്ല. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് സ്പ്ലിറ്റിങ്ങിലേക്ക് പോകുന്നതിലേക്ക് ആ ഡീവാല്യൂയിങ് എന്നുള്ളതിൻ്റെ വളരെയധികം എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു ഭാഗം അതിനകത്തുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ഡിഫെൻസ് എന്താ? ഞാൻ പെർഫെക്റ്റ് ആണ്, അവനവനെ പറ്റി തന്നെ വളരെ ഐഡിയലൈസ് ചെയ്തിട്ടുള്ള ഒരു മനോഭാവത്തിൽ നിൽക്കുന്നതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഡിഫെൻസ് അല്ലേ. ഞാൻ നല്ലതാണ്, ഞാൻ ഓക്കെയാണ്, എൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ വളരെ നല്ലൊരു വ്യക്തിയാണ് എന്ന്. എന്നാൽ മുൻപിലുള്ള ഒരാളെ കാണുമ്പോൾ ആ ഒരു വ്യക്തി എന്നെ എന്തെങ്കിലും ചെറിയൊരു രീതിയിൽ ചോദ്യം ചെയ്യുകയോ ചെറിയൊരു രീതിയിൽ എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുകയോ അങ്ങനെ ചെറിയൊരു രീതിയിലെങ്കിലും അവിടെ ഒരു പ്രശ്നം വരികയോ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ബാഡാണ് എന്നുള്ളൊരു ഹെഡ് സ്പേസിലേക്കാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി പോകുന്നത്. ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീവാല്യൂയിങ് എന്നുള്ളതിലേക്കാണ് ശരിക്കും ആ സ്പ്ലിറ്റിംഗ് എന്നുള്ളത് കാണാൻ പറ്റുന്നത്. ശരിക്കും ആ സ്പ്ലിറ്റിങ്ങിൻ്റെ റീസൺ അവിടെ എന്താണ്? അവിടെ ആ ഒരു വ്യക്തി എനിക്കുണ്ടാക്കുന്നൊരു ബുദ്ധിമുട്ട്, ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് എന്തോ ചെറിയൊരു കാര്യം ഞാൻ പെർസീവ് ചെയ്തപ്പോഴേക്കും ആ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി ബാഡാണ് എന്നാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി അതിനെ കാണുന്നത്. സോ ആ ഒരു പൂർണ്ണമായിട്ടും ആ ഒരു പേഴ്സണിനെ ഡീവാല്യൂ ചെയ്യുന്നതിലേക്കാണ്. സോ ആ പേഴ്സണിൽ വേറെ നല്ല കാര്യങ്ങളുണ്ടായിരിക്കാം, ആ പേഴ്സണിൻ്റെ ഭാഗം നമ്മൾ കേൾക്കാം, ആ ഒരു പേഴ്സൺ എത്രത്തോളം മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളതൊന്നും അങ്ങനെ സാഹചര്യങ്ങളൊന്നും തന്നെ കണക്കാക്കാതെ പൂർണ്ണമായിട്ടും ഈ വ്യക്തി ബാഡാണ് എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു ഡീവാല്യൂയിങ് എന്നുള്ളതിൻ്റെ എക്സ്റ്റെൻസിലേക്ക് ആ സ്പ്ലിറ്റിംഗ് എന്നുള്ളത് റീസണായിട്ട് മാറുന്നത്. അവിടെ ആ ഒരു എന്നെ തന്നെ എല്ലാത്തിൻ്റെയും നല്ല കാര്യങ്ങളുടെ ഒരു ആകത്തുകയായിട്ടും എന്നാൽ മുൻപിലുള്ള ഒരു വ്യക്തിയെ എല്ലാത്തിൻ്റെയും ബാഡായിട്ടുള്ള ഒരു ഇതിലേക്കും കാണുന്ന ഒരു രീതിയിലേക്ക് ആ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ളത് പോകുന്നതിന് റീസണായിട്ട് വരാറുണ്ട്. സോ ഈ സ്പ്ലിറ്റിംഗ് എന്നുള്ളത് നമുക്ക് പലപ്പോഴും എങ്ങനെയാണ് കാണാൻ പറ്റുക? പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു വ്യക്തി ഒരു ഫാമിലി സിസ്റ്റം എടുത്ത് നോക്കാം. നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫാമിലി സിസ്റ്റത്തിൽ ഫാമിലി റോൾസ് ഉണ്ടായിരിക്കാം. സോ ഈ ഒരു ഫാമിലി റോൾസ് ഉണ്ടാവുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗോൾഡൻ ചൈൽഡുണ്ട്, സ്കേപ്പ് ഗോട്ട് ആയിട്ടുള്ള ഒരാളുണ്ട്. പലപ്പോഴും ഈ റോളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് സ്വിച്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും ആ വ്യക്തിക്ക് സെൽഫ് സെൻറ്റേർഡായി ആ ഒരു വ്യക്തിക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ ഒരാൾ നല്ല കാര്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നല്ലൊരു കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് സ്പ്ലിറ്റ് ചെയ്ത് റോള് റിവേഴ്സ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഉടനടി നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും അവിടെ ആ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ളത് നടന്നു. അതായത് ആ ഒരു റോള് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്ത് വരുന്നത് കാണാനായിട്ട് സാധിക്കും. കാരണം അതവിടെ സ്പ്ലിറ്റ് ചെയ്തതാണ്. 100% ബാഡായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതിൽ നിന്ന് എനിക്ക് ഗുണകരമാവുന്നൊരു കാര്യം വന്നപ്പോൾ ആ വ്യക്തി ഏറ്റവും നല്ല ഒരാളായി മാറി. ആ ഒരു വ്യക്തി ഗോൾഡൻ ചൈൽഡ് എന്നുള്ള സ്പേസിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു രീതിയിലേക്കോ മാറി എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നിന്നിരുന്ന ഒരാൾ എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യം പറഞ്ഞതോടുകൂടി ഫുള്ളി സ്പ്ലിറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ബാഡ് എന്നുള്ളതിലേക്ക് പോകുന്നതായിട്ടും കാണാൻ പറ്റും. സോ ഈ ഒരു ഡീവാല്യൂയിങ് എന്നുള്ളത് നടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യമാണ് ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ട് വരുന്നത്. എന്നാൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലാവട്ടെ ഇത് കൂടുതലും അബാൻഡൻമെൻ്റ് എന്നുള്ളൊരു ഫിയറിൽ നിന്നാണ് ഈ പറയുന്നൊരു സ്പ്ലിറ്റിംഗ് എന്നുള്ളത് വരുന്നത്. അവിടെ പലപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരുമ്പോൾ ആ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ളത് കാണുന്നത് കൂടുതലും ആ ഒരു
ഭയങ്കരമായിട്ട് നല്ലത് ചെയ്യുമ്പോൾ, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യം സ്ട്രോങ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ വ്യക്തി വളരെ നല്ലത് എന്നും, എന്നാൽ ഈ ഒരു വ്യക്തി എനിക്ക് എന്താ പറയുക, എന്നെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്, എന്നെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട് എന്ന് കാണുമ്പോൾ ഉടനടി ഈ ഒരു വ്യക്തി ബാഡായിട്ടുള്ള ഒരാളായിട്ടും പോവുക എന്നുള്ള രീതിയിലേക്ക്. സോ അവിടെ പലപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഞാൻ ഉപേക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ്, ഞാൻ റിജക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള, അബാൻഡൻ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരാളാണ് എന്നിങ്ങനെ അവനവനെ പറ്റിയിട്ടുള്ള നെഗറ്റീവ് ബിലീഫിൽ നിന്നാണ് പലപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ആ സ്പ്ലിറ്റിംഗ് എന്നുള്ളത് നടക്കുന്നത്. സോ ഒരു അബാൻഡൻമെൻറ്റ് എന്നുള്ളൊരു ഫിയറിൽ നിന്നാണ് ഹൊറിബിളായിട്ടുള്ള, നിങ്ങൾ ഭയങ്കര ബാഡാണെന്നുള്ള രീതിയിലേക്ക് പോകുന്നത് പലപ്പോഴും. എന്നാൽ ഇവിടെ നാർസിസത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ളത് അങ്ങനെയല്ല. പെട്ടെന്ന് ആ ഒരു റോൾ റിവേഴ്സൽ എന്നുള്ള രീതിയിലും, പെട്ടെന്ന് ഇതുവരെ അല്ലെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ ഒരാൾ എന്നുള്ളതിൽ നിന്നും കംപ്ലീറ്റ്ലി തിരിഞ്ഞ് കംപ്ലീറ്റ്ലി ബാഡായിട്ടുള്ള ഒരു പേഴ്സൺ എന്നുള്ളതിലേക്ക് പോകുന്നതിലേക്കായിരിക്കും. സോ അതിൻ്റെ തുടർക്കഥ എന്നോണം ഞാൻ പൂർണ്ണമായിട്ടും ബാഡായി എന്ന് വിശ്വസിക്കുന്ന ഈ ഒരാൾ, അയാളെ പറ്റി മറ്റുള്ളവരും ബാഡാണെന്ന് വിശ്വസിക്കണം. അപ്പോൾ എന്നെപ്പറ്റി നല്ലതാണെന്നും കാണണം. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റിങ്ങിലേക്ക് മറ്റുള്ള ആളുകളെയും കൂടി ആ സ്പ്ലിറ്റിങ്ങിൽ നിൽക്കണം എന്നുള്ളതിൽ നിന്നാണ് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി സ്മിയർ ക്യാമ്പയിനിങ്ങിലേക്ക് പോകുന്നത്. അതായത് ഞാൻ ഈ പേഴ്സണെ ഫുള്ളി ബാഡായിട്ടാണ് കാണുന്നത്, നിങ്ങളും അവിടെ അത് ബാഡായിട്ട് തന്നെ കാണണം എന്നുള്ള രീതിയിൽ. അങ്ങനെ പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ അവിടെ സ്മിയർ ക്യാമ്പയിനിങ്ങിലേക്ക് പോകുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും അവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നമ്മളുടെ പാരൻസ് ആവാം, നമ്മളുടെ പാർട്ട്ണർ ആവാം, നമ്മളുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കും, ഒരു വർക്ക് പ്ലേസ് ആയിരിക്കാം. പലപ്പോഴും ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു ഫാമിലി സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു ഹൈറാർക്കിയിൽ നിന്നുകൊണ്ട് ഈ സ്പ്ലിറ്റിംഗ് എന്നുള്ളത് നടപ്പിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹൈറാർക്കിയിൽ നിന്നുകൊണ്ട് എന്ന് പറയുമ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി ഐഡിയലൈസ് ചെയ്യുന്ന, നല്ലതാണ് എന്ന് കാണുന്ന ആളുകളും അതുപോലെ തന്നെ മോശം എന്നുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് വളരെ ബാഡായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ ഡിവാല്യൂ ചെയ്ത് മോശമെന്ന് കാണുന്ന ആളുകളെ പറ്റി പറഞ്ഞു കേൾക്കുകയോ അതുപോലെ തന്നെ നമ്മളെ പറ്റിയിട്ടും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഫുള്ളി ഡിവാല്യൂ ചെയ്തുകൊണ്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ളതിന് നമ്മൾ ഇരയാവുകയാണ്. അതിന് ഇരയാവുമ്പോൾ, നാർസിസത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എഗെയിൻ അത് നമ്മളിലുണ്ടാക്കുന്ന ഷെയിമും അതുപോലെ തന്നെ നമുക്കുണ്ടാവുന്ന ഗിൽട്ടും നമുക്കുണ്ടാവുന്ന വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള ഫീലിങ്സുമാണ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ ഒരു ഫീലിങ്സിനോട് കോപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതിനനുസരിച്ച് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിലുള്ള പല ആൾക്കാരും പല പ്രശ്നങ്ങളിലേക്കും പോകുന്നതായിട്ട് കാണാറുണ്ട്. ഉദാഹരണത്തിന് ഈ പറയുന്ന ആ ഒരു ഡിവാല്യൂയിങ്ങിന് ഇരയാവുന്ന ഒരാളാണെന്ന് കരുതാം. അയാൾക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും കിട്ടുന്നുണ്ട്. അതായത് അയാൾക്ക് ഫുള്ളി ഒരു ഫോണിങ്ങിലേക്കോ ഒരു അതിനെ കവറപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അഡാപ്റ്റേഷൻസിലേക്കോ പോവേണ്ടതില്ലാതെ വരുന്നുണ്ട്. അത് വളരെ മിനിമലായിട്ടുള്ള ഒരു രീതിയിലാണെങ്കിൽ പലപ്പോഴും ഒരു അവോയ്ഡൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് അവർ പോകുന്നതായിട്ട് കണ്ടേക്കാം. അതേപോലെ പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ഫാമിലി സിസ്റ്റത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് അനുസരിച്ച് ആ ഒരു ഷെയിമിനെയും ആ ഒരു ഗിൽട്ടിനെയും ആ ആങ്സൈറ്റീനെയും ഡീൽ ചെയ്യുന്നതിനനുസരിച്ച് പല പല പ്രശ്നങ്ങളിലേക്ക്, പലപ്പോഴും കോംപ്ലക്സ് ട്രോമ എന്നുള്ളത് പല രീതിയിലും മാനിഫെസ്റ്റ് ചെയ്യുന്നത് കണ്ടേക്കാം. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റത്തിൽ പിന്നെയും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ മറ്റുള്ളവരുടെ ഈ ഒരു സ്പ്ലിറ്റിങ് കൊണ്ട് അവിടെ കംപ്ലീറ്റ്ലി ഞാൻ ഡിവാല്യൂഡ് ആവുന്നുണ്ട്, എന്നാൽ വേറൊരു സ്പേസിൽ നിന്ന് എനിക്ക് സൂതനിങ്ങും കംഫർട്ടും കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും അവിടെ ഇതേ ഒരു രീതിയിൽ നിന്ന് വരുന്ന ആ ഒരു പ്രശ്നം പിന്നെ അടുത്ത ഒരാളിലേക്ക് ഒരു ഓവർലി ഇൻ്റലിജൻസ് ഒരു സ്പേസിൽ നിന്ന് കിട്ടുകയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റിഗാർഡ് അപ്പുറത്തുനിന്നും അവിടെ ആ ഒരു ഇമോഷൻസിനെ ഒട്ടും കാണുകയോ കേൾക്കുകയോ ചെയ്യാതെ വരുമ്പോഴത്തേക്കും പിന്നെയും നാർസിസം എന്നുള്ളൊരു സ്പേസിലേക്ക് പോകുന്നതായിട്ടും കാണാറുണ്ട്. പലപ്പോഴും ഈ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇത് ഈ ഒരു പേഴ്സൺ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുകയും അത് ശരിക്കും അത് എൻ്റെ പ്രോബ്ലം അല്ല എന്ന് തിരിച്ചറിയുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ടായിരിക്കാം.
അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡീവാല്യൂയിങ്ങിലേക്ക് പോകുമ്പോൾ അതിനെ പേഴ്സണലൈസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മളെ അവിടെ പലപ്പോഴും അത് സഹായിക്കുകയും ചെയ്യും. പലപ്പോഴും ട്രയാങ്കുലേഷൻ എന്നുള്ള രീതിയിലും സ്പ്ലിറ്റിംഗ് എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രയാങ്കുലേഷൻ എന്ന് പറയുന്ന പോലെ നാർസിസ്റ്റിക് ആയിട്ടൊരു പേഴ്സൺ ഉണ്ട്, അവിടെ വേറൊരു വ്യക്തിയുണ്ട്, നമ്മളുണ്ട് എന്ന് കരുതാം. നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ നമ്മൾ രണ്ടുപേരും തമ്മിൽ മറ്റ് രണ്ടുപേരും തമ്മിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻ, ഹെൽത്തിയർ ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാകുന്നതിന് സമ്മതിക്കില്ല. നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ എപ്പോഴും അവിടെ ട്രയാങ്കുലേറ്റ് ചെയ്തുകൊണ്ട് തനിക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്ന രീതിയിൽ ആ റിലേഷനെ എപ്പോഴും വളച്ചൊടിക്കും. പലപ്പോഴും ആ ഒരു ട്രയാങ്കുലേഷൻ നടപ്പിലാക്കുന്നത് ഒരാളെ എനേബിൾ ചെയ്യുകയും ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുകയും മറ്റാളെ ഡിവാല്യൂ ചെയ്യുക എന്നുള്ള രീതിയിലേക്കായിരിക്കും. പലപ്പോഴും ഇത് മറ്റൊരു രീതിയിലുള്ളൊരു സ്പ്ലിറ്റിങ്ങിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഒരു പേഴ്സണെ പൂർണ്ണമായിട്ടും ഡിവാല്യൂ ചെയ്യുന്നു, മറ്റൊരാളെ വളരെയധികം ഗ്ലോറിഫൈ ചെയ്യുന്നു. നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു ആൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പലപ്പോഴും ഈ രണ്ട് പേരുടെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പലപ്പോഴും പ്രശ്നങ്ങൾ വരുത്തുകയും ചെയ്യാറുണ്ട്. ഈ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ പലപ്പോഴും അവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി മറ്റേ വ്യക്തിയെ ഐഡിയലൈസ് ചെയ്യുകയും തന്നെ ഡിവാല്യൂ ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഡിവാല്യൂ ചെയ്യപ്പെട്ട ആൾക്ക് പലപ്പോഴും അത് ഇൻറ്റേർണലൈസ് ചെയ്തുകൊണ്ട് പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് ഒത്തിരി ഷെയിമും ഗിൽട്ടും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇത് ട്രയാങ്കുലേഷൻ്റെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് അയാൾക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റിയെ മറികടക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക. ഇല്ലെങ്കിൽ പലപ്പോഴും അത് അയാൾ ഇതെൻ്റെ പ്രശ്നമാണ്, എൻ്റെ കുഴപ്പം കൊണ്ടാണ്, ഞാൻ ഓക്കെ അല്ലാഞ്ഞിട്ടാണ് എന്നുള്ള ഫീലിങ്സിലേക്ക് അത് നയിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ ട്രയാങ്കുലേറ്റ് ചെയ്യുന്നത് എൻ്റെ സൈഡിൽ ഒരാൾ നിൽക്കണം, അങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നല്ല സൂപ്പറായിട്ടുള്ള ഒരാളായി എനിക്കതിനെ കൺട്രോൾ ചെയ്യണം അവിടെ എന്നുള്ള സ്പേസിൽ എനിക്ക് ബന്ധങ്ങൾ വേണം, എനിക്ക് അറ്റാച്ച്മെൻറ്റ് വേണം, ഞാൻ ഐഡിയലൈസ് ചെയ്ത് കാണുന്ന ഈ ഒരു വ്യക്തി എൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള സ്പേസിൽ നിന്നാണ് പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തി അവിടെ ട്രയാങ്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ പലപ്പോഴും ഇത് ഈ പറയുന്ന മറ്റ് രണ്ടാളുകളുടെയും ആൾക്കും അവിടെ ആ ആളുകളെ ശരിക്കും സ്പ്ലിറ്റ് ചെയ്ത് ആ ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നല്ല, അവിടെ നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ഒരു വ്യക്തിയെ കാണുന്നത് അയാളെ സ്പ്ലിറ്റ് ചെയ്ത് ഐഡിയലൈസ് ചെയ്ത്, അതായത് നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി അവിടെ ഐഡിയലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ വ്യക്തിയിൽ കാണുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും അയാൾ അവിടെ കാണുന്നില്ല. അതുപോലെ മറ്റേ വ്യക്തിയെ സ്പ്ലിറ്റ് ചെയ്ത് അവിടെ ആ വ്യക്തിയിൽ നല്ല കാര്യങ്ങളും പകരം വളരെ മോശം കാര്യങ്ങൾ, ഡിവാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഈ രീതിയിൽ അവിടെ ആ ഒരു സ്പ്ലിറ്റിംഗ് എന്നുള്ളത് പലപ്പോഴും വരുന്നുണ്ടെന്നും അതാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങളുടെ ഒരു ആധാരമായിട്ട് കണക്കാക്കാൻ സാധിക്കുക എന്നുള്ളതും നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തി ലോകത്തെ കാണുന്നതിലുള്ള പ്രശ്നമാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ അത് പേഴ്സണലൈസ് ചെയ്യാതിരിക്കുന്നതിലേക്ക് നമ്മളെ ഒരുപാട് സഹായിച്ചേക്കാം. പലപ്പോഴും ഇങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മളത് പേഴ്സണലൈസ് ചെയ്യുകയും നമ്മളുടെ പ്രശ്നമാണെന്ന് കാണുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ഒരുപാട് ഇഷ്യൂസ് വരുന്നത്. ഈ ഒരു പേഴ്സണലൈസ് ചെയ്യുന്നതിൻ്റെ എക്സ്റ്റെൻഡ് അനുസരിച്ച് പലപ്പോഴും അവിടെ നമ്മളുടെ ഉള്ളിൽ വളരുന്ന ഷെയിമും ആങ്സൈറ്റിയും എക്സ്പൊണൻഷ്യലായിട്ട് മാറാറുമുണ്ട്. അതിൽ നിന്ന് നമുക്ക് പരിഹാരം തേടി അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി നമ്മളുടെ സ്വന്തം ട്രോമകളിൽ വർക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് വരുമ്പോഴായിരിക്കും പലപ്പോഴും നമുക്ക് ആ ഷെയിമിൽ നിന്ന് മുന്നോട്ട് വരാനും നമ്മളെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാനും സാധിക്കുന്നുണ്ടായിരിക്കാം. ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, കമൻറ്റിൽ രേഖപ്പെടുത്താമോ? ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.